ഹലോ, വീണ്ടും ഞാൻ ക്യൂട്ടായിട്ടുള്ള മണി ബൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം 2 ബൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് 500 റുപ്പീസിൻ്റെ ഒരു ബൊക്കയും പിന്നെ 100 റുപ്പീസിൻ്റെ ബൊക്കയും. ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ ഒരു ഗിഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ. ഒരു വിധത്തിലും നമ്മുടെ മണി ഡാമേജ് ആവുന്നില്ല. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കുറേ പേര് കമൻ്റ് ഇട്ട് പൈസയ്ക്ക് വിലയില്ലേ, അതാണ് ഇതാണെന്നൊക്കെ. പൈസയ്ക്ക് നല്ല വിലയുണ്ട് കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് ക്യാഷ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആ ഒരു പൈസയുടെ വില നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. എൻ്റെ 21ാമത്തെ വയസ്സ് തൊട്ടിട്ട് ഞാൻ കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് മണി ഏൺ ചെയ്യാൻ തുടങ്ങിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ പൈസയുടെ വിലയും ആ ഒരു കഷ്ടപ്പാടും എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇതേപോലെ റിയൽ മണി നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ ഫേക്ക് മണി യൂസ് ചെയ്താൽ മതി. ഈ ട്യൂട്ടോറിയൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇതേപോലെ 2 സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് വെച്ച് ടോപ്പിൽ സെക്യൂർ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് അതിൻ്റെ മിഡിൽ ഭാഗത്ത് നമ്മുടെ പൈസ നന്നായിട്ട് അടുക്കി വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പം ഇതേപോലെ നമുക്ക് ഒരുപാട് ക്യാഷ് ഒന്നും കൊടുക്കണം. 100 റുപ്പീസിനോ അല്ലെങ്കിൽ 50 റുപ്പീസിൻ്റെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ബൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി വലിയവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും. ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ഐഡിയ ആണല്ലോ. ഇതേപോലത്തെ വീഡിയോസ് ചെയ്യാൻ ഒരിക്കലും ഞാൻ റിയൽ മണി നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് കട്ടായം സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇതേപോലത്തെ ഫേക്ക് മണീസ് അവൈലബിൾ ആണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലും മിന്ത്രയിലൊക്കെ. അപ്പോൾ നിങ്ങൾ ഫേക്ക് മണി യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. വെറും 100 ആൻഡ് എബോ, അതായത് 100 സംതിങ് റുപ്പീസിനും 98 രൂപയ്ക്കൊക്കെ കുറേ അധികം കെട്ടുകണക്കിന് പൈസ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് 50, 200, 100, 500 ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് ഇഷ്ടമുള്ള ക്രാഫ്റ്റ് ഐഡിയാസ് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സ്കൂളൊക്കെ അടച്ചിരിക്കുകയല്ലേ എല്ലാവരും. അങ്ങനെ പറഞ്ഞു വന്ന് നമ്മൾ ക്രാഫ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് ആണെന്നുള്ള കാര്യം പോലും ഞാൻ മറന്നുപോയി. അങ്ങനെ 100 റുപ്പീസിൻ്റെ ബൊക്കയും കൂടെ നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. സിമ്പിൾ. നമ്മൾ ആദ്യം 500ൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് അതേപോലെ തന്നെയാണ്. ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ക്യാഷ് ഒരു കാരണവശാലും ഡാമേജ് ആവുന്നില്ല. അത് ആ ഒരു കമൻറ്റ് വരുന്നതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. ഇനിയിപ്പോൾ പൈസ ചുളുങ്ങിപ്പോവോ, കീറിപ്പോവോ, അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ ഫോൾഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഒരു ഡാമേജും ഇല്ലാണ്ട് പൈസ എടുക്കാനും പറ്റും. അതൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബൊക്കേസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 100 റുപ്പീസിൻ്റെയും 500 റുപ്പീസിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ഐഡിയ ആണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതേപോലത്തെ ഗിഫ്റ്റ് ഐഡിയാസൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യുമ്പോഴേ, അതായത് നമ്മളിപ്പോൾ സ്ട്രെസ്ഡ് ആയിട്ട് ഭയങ്കര അലസതയൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, നമുക്ക് എന്തോ മൂഡ് സ്വിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ക്രാഫ്റ്റ് ട്യൂട്ടോറിയലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആകും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, ഇഷ്ടമായോ?